നമസ്കാരം, ഞാൻ മനീഷ് വാര്യർ. നല്ല സമയം എന്ന ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഫെബ്രുവരി മാസം അവസാന ആഴ്ചയുടെ ഫലമാണ് നമ്മൾ പറയുന്നത്. 12 രാശികളുടെ കൂറ് ആണ് നോക്കുന്നത്. ഈ ആഴ്ചയിലെ ഓരോ രാശിയുടെയും ഫലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തിക കാൽപാദം ചേർന്നതാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ ആഴ്ച നമ്മൾ കുറച്ച് ദോഷഫലമായിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള സങ്കടങ്ങളും ദുഃഖങ്ങളും സംഭവിക്കാനുള്ള ഒരു സാധ്യത. മാസത്തിൻ്റെ ആദ്യം നല്ല കാലമായിരുന്നെങ്കിലും അവസാനം തൊട്ട് കുറച്ച് മോശപ്പെട്ട ഒരു ഇതിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അശ്വതി ഭരണിയിലും ഉള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം തങ്ങളെ ഈ ആഴ്ചയെ കൈകാര്യം ചെയ്യാനായിട്ട്. പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പെടുകയും അതിൽ നിന്നും മോചനം നേടാനായി വീണ്ടും അടുത്ത പ്രശ്നത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടാകും. പ്രത്യേകിച്ച് വാക്ക് കൊടുക്കുമ്പോൾ സംസാരം കൊണ്ട് ഉണ്ടാകാവുന്ന ദോഷങ്ങൾ എന്നാണ് നമ്മൾ മെയിനായിട്ട് പറയേണ്ടത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയും പലതരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനൊരു സാധ്യതയുണ്ട്. അവരാഗ്രഹിച്ച പല കാര്യങ്ങൾ നടക്കുകയും അവർക്ക് മുന്നോട്ട് നല്ല രീതിയിലുള്ള തൻ്റെ വ്യാപാരത്തെ ഉയർത്താൻ സാധിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ ആഴ്ചയായിട്ട് നമ്മൾ പറയേണ്ടത്. പലതരത്തിലുള്ള അവസരങ്ങൾ അവരെ തേടിയെത്തിക്കുകയും അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു ആഴ്ചയാണ് ഈ ഫെബ്രുവരി മാസത്തിൻ്റെ അവസാനത്തെ വാരം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും കാർത്തികയുടെ ആദ്യപാദത്തിലുള്ള ആൾക്കാർ കുറച്ച് സൂക്ഷിക്കണം. പ്രത്യേകിച്ച് കുട്ടികളായുള്ളവർ. അവർ സുഹൃത്തുക്കളുമായി കലഹങ്ങൾ ഉണ്ടാക്കുകയും പലതരത്തിലുള്ള വഴക്കുകൾ ഉണ്ടാക്കുകയും അതുമൂലം അത് അടിപിടിയിൽ കലാശിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുമൂലം പേരൻസിനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ കാർത്തികയുടെ അവസാന പാദത്തിലുള്ള കുട്ടികൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ പേരൻസും കുറച്ച് സൂക്ഷിക്കേണ്ടതാണ്. മേടരാശിക്കാരിലുള്ള മുതിർന്ന ആൾക്കാർക്ക് കഴിഞ്ഞ ആഴ്ച കാലങ്ങളിലുള്ള പല അസുഖങ്ങൾക്കും അല്ലെങ്കിൽ രോഗപീഠകൾക്കും ശമനം ഉണ്ടാവുകയും അവരുടെ മനസ്സ് കുറച്ച് സന്തോഷത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയും കൂടെ നമുക്ക് കൂടെ കിട്ടുന്നതാണ്. അതുകൊണ്ട് ദോഷഫലം ഉണ്ടെങ്കിലും ആ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഗുണങ്ങളും കിട്ടുന്ന ഒരു ഇതും കൂടിയാണ് മേടരാശിക്കാർക്ക് ഈ ആഴ്ച. ഇടവക്കൂറ് കാർത്തിക മുക്കാപാദവും രോഹിണി മകീരത്തിൻ്റെ അരപ്പാദവും ചേർന്നതാണ് ഇടവക്കൂറ്. ഇടവരാശിക്കാർക്ക് ഈ ആഴ്ച ദോഷഫലങ്ങൾ പറയുന്നില്ല. പലതരത്തിലുള്ള നേട്ടങ്ങളാണ് നമുക്ക് ഈ ആഴ്ച ഉണ്ടാകാനുള്ള സാധ്യത. പ്രത്യേകിച്ച് രോഹിണി നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് പലതരത്തിലുള്ള ഉദ്ദിഷ്ട കാര്യസാധ്യം എന്ന് പറയാം. അത് എന്തു തന്നെ ആയിക്കോട്ടെ അവർക്ക് നേട്ടങ്ങളാണ് കൂടുതലും വരുന്നത്. അവർ ശ്രമിക്കുന്ന ബിസിനസ്സിലുള്ളവർക്ക് ബിസിനസ്സിലെ ഉയർച്ച, കച്ചവടം ബ്രോക്കർമാരായിട്ടുള്ളവർക്ക് ഒത്തിരി കച്ചവടങ്ങൾ നടക്കുക, അതേപോലെ തന്നെ വിവാഹം നോക്കുന്ന ആൾക്കാർക്ക് വിവാഹം നടക്കുക, കുട്ടികൾക്ക് അടുത്ത ക്ലാസ്സുകളിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാവുക, മത്സര പരീക്ഷകൾ ചെയ്യുന്നവർക്ക് വിജയിക്കുക, ജോലി തേടുന്നവർക്ക് ജോലി കിട്ടുക, അങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും നേട്ടങ്ങൾ തന്നെയാണ് ഈ ആഴ്ച ഇടവരാശിക്കാർക്ക് നമുക്ക് പറയേണ്ടത്. പക്ഷേ നേട്ടങ്ങളുണ്ടെങ്കിലും ആ കൂടെ തന്നെ മുതിർന്ന ആൾക്കാർക്ക് രോഗപീഠ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അസുഖങ്ങളാൽ കലഹിക്കുക അല്ലെങ്കിൽ മനസ്സ് വരെ ഇതാക്കുക, പരസ്പരം ഒരു സമാധാനം കിട്ടാതെ വരിക, രോഗം കൊണ്ട് നമുക്കൊരു അസ്വസ്ഥത വന്ന് ഉണ്ടാകാവുന്ന അവസ്ഥയാണ്. അപ്പോൾ ആ രോഗപീഠയ്ക്കുള്ള ചികിത്സകൾ പ്രോപ്പറായിട്ട് ചെയ്യുകയും അതിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കാൻ സാധിക്കുന്നതുമാണ്. അതോടൊപ്പം തന്നെ മധ്യവയസ്കരായ യുവജനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളുമായി പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് തുടങ്ങുകയും അത് അവസാനം പരാജയപ്പെടാനുള്ള ഒരു സാധ്യത കൂടെ നമുക്കവിടെ പറയണം. ഈ നേട്ടങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് ശ്രദ്ധ ആവശ്യമായിട്ടുള്ളൊരു കാലം കൂടിയാണിത്. മാസാദ്യം ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാവുകയും അതോടൊപ്പം തന്നെ നമുക്കൊരു മറ്റൊരു രീതിയിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇടവരാശിക്കാർക്ക് ഈ ആഴ്ച. അതുകൊണ്ട് ഇടവരാശിക്കാർ വളരെയധികം ശ്രദ്ധയോടെയും എന്നാൽ കുറച്ച് റിലാക്സായിട്ട് നടക്കാവുന്നൊരു കാലം കൂടിയാണ്. മനസ്സിന് ശാന്തി കിട്ടാനുള്ള യഥാശക്തി ജപങ്ങൾ ചെയ്ത് ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നല്ല രീതിയിലുള്ള ഒരു
കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നതാണ്. മിഥുനക്കൂറ് മകീരം അരപ്പാദവും തിരുവാതിര പുണർത്തത്തിൻ്റെ മുക്കാൽ പാദവും ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ച ശുഭാശുഭങ്ങളായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർക്ക് മോശപ്പെട്ട ഒരു സമയം തന്നെയാണ്. അവർ മെയിനായിട്ട് അവർ കലഹിക്കുക എന്നാണ് പറയേണ്ടത്. വാഗ്വാദങ്ങളിൽ ഏർപ്പെടുക, അത് മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി താൻ വെറുതെ കലഹിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ ഒരു സാധ്യത അവിടെയുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും വളരെയധികം ശ്രദ്ധയോടെ പോയാൽ അതിൽ നിന്ന് അവർക്ക് മോചനം നേടാവുന്നതാണ്. തനിക്ക് തൻ്റെ കാര്യം നോക്കി ഭംഗിയായിട്ട് വഴക്കുകളും പ്രശ്നങ്ങളും ഇല്ലാതെ പോകാൻ സാധിക്കുന്നതാണ്. പക്ഷേ അതവരുടെ ശ്രദ്ധക്കുറവുകൊണ്ട് അവർ ചെയ്യില്ല. അപ്പോൾ അതിലുണ്ടാകുന്ന ഒരു മോശപ്പെട്ട അവസ്ഥ ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മകീര നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിലുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. കുറച്ച് മറ്റുള്ളവരിൽ നിന്നും ഉപദ്രവം ഉണ്ടാകാനുള്ള സാധ്യത അവിടെയുണ്ട്. നേട്ടം ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ദോഷങ്ങളും നമ്മൾ പറയുന്നുണ്ട്. മിഥുന രാശിക്കാർ ഈ ആഴ്ച വളരെയധികം ഈശ്വരവിശ്വാസത്തോടെയും അല്ലെങ്കിൽ തൻ്റെ മനസ്സിന് ശാന്തി കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്ത് വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. അങ്ങനെ ശ്രദ്ധിച്ചു പോകുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന പല മോശപ്പെട്ട സാഹചര്യത്തെയും വളരെ സുഗമമായി തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. കർക്കിടക്കൂറ് പുണർത്തിൻ്റെ അവസാന കാൽപാദവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടക്കൂറ്. കർക്കിടക രാശിക്കാർക്ക് ഈ ആഴ്ച സുഗമമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നല്ല രീതിയിലുള്ള പല മംഗളകാര്യങ്ങൾ നടക്കുകയും അവർ നേരിട്ടുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കാണാനുള്ളൊരു സാഹചര്യം കൂടെ ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് നിയമപരമായി കാര്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നിയമസഹായം തേടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ സപ്പോർട്ട് ലഭിക്കുകയും അതിൽ നിന്നും ഒരു മോചനം ലഭിക്കുക, അതായത് ദുരിതങ്ങൾ താൻ നേരിട്ടുകൊണ്ടിരുന്ന പല മോശപ്പെട്ട അല്ലെങ്കിൽ നിയമപരമായി നേരിടുന്നുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമായിട്ടാണ് നമ്മൾ പറയേണ്ടത്. അതുകൊണ്ട് അവർ വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങളും മുന്നോട്ട് ചെയ്യാൻ. താൻ ചെയ്യുന്ന അല്ലെങ്കിൽ താൻ എടുക്കുന്ന പല തീരുമാനങ്ങൾക്കും ചിലപ്പോൾ ദോഷമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. പ്രത്യേകിച്ച് പൂയ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർക്ക് നല്ല ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ്. അവർ ജോലിപരമായിട്ടാണെങ്കിലും എന്തെങ്കിലും കേസുകളോ അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടാനുള്ള എന്തെങ്കിലും അവകാശങ്ങൾ കിട്ടാതെ ഉണ്ടെങ്കിലോ അതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാവുകയും അത് അവകാശങ്ങൾ നമുക്ക് വരികയും അതിലൂടൊരു നേട്ടം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്ന ആൾക്കാർക്ക് വിദേശത്തേക്ക് പോകാനും അവിടെ ഒരു നല്ല ഒരു ജീവിതം ഉണ്ടാകാനും ഉള്ളൊരു സാധ്യതയും ഈ ആഴ്ചയിൽ ഉണ്ടാകുന്നതാണ്. കർക്കിടക രാശിക്കാരിലുള്ള മുതിർന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന പല അസുഖങ്ങൾക്കും ശമനം ഉണ്ടാവുകയും അതിലൂടെ അവർക്കൊരു രോഗമുക്തി നേടിയെടുത്ത് മനസ്സിന് ശരീരത്തിനും സന്തോഷം ലഭിക്കുന്നതാണ്. കുട്ടികളായിട്ടുള്ള ആൾക്കാർക്കും കുറച്ച് ശ്രദ്ധ വേണ്ടത് കാലമാണ്. പക്ഷേ എന്നിരുന്നാലും പൊതുവേ പറയുമ്പോൾ കർക്കിടക രാശിക്കാർക്ക് കുഴപ്പമില്ല. നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ള പല സാഹചര്യങ്ങളും അവരുടെ മുന്നിൽ വരികയും അത് വേണ്ട വിധത്തിൽ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് തൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റാതെ, അതായത് താൻ എടുക്കുന്ന പല തീരുമാനങ്ങളും തനിക്ക് ഗുണമായി വരണം എന്നുള്ള ഇതിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു പോയാൽ അവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് കർക്കിടക രാശിക്കാർക്ക് ഈ ആഴ്ച. ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ കാൽപാദവും ചേർന്നതാണ് ചിങ്ങരാശി. ചിങ്ങരാശിയിൽ ഈ ആഴ്ച ഗുണദോഷമായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് മകം നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് ദാമ്പത്യത്തിലുള്ള ആൾക്കാർക്കാണ് ദോഷമായിട്ട് നമ്മൾ പറയുന്നത്. ദാമ്പത്യത്തിലുണ്ടാകുന്ന കലഹങ്ങൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മൂലമുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, അതുമൂലം കുടുംബത്തിൻ്റെ സെപ്പറേഷൻസ്, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ മകൻ നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവർ വളരെയധികം സൂക്ഷിച്ച് അല്ലെങ്കിൽ വളരെ പക്വതയോടെ പെരുമാറേണ്ടതാണ് പല കാര്യങ്ങളിലും. ഇല്ലെങ്കിൽ അത് അപകടത്തിലേക്ക് പോകാനൊരു സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും ചിങ്ങരാശിയിലുള്ള ബിസിനസ്സുകാർക്കും വളരെ ഗുണമാണ്. അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന ഒരു കാലം തന്നെയാണ് പറയേണ്ടത്. ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ള ജോലിക്കാരായുള്ള നക്ഷത്ര ജാതകർക്ക് പലതരത്തിലുള്ള സ്ഥാന
മാനങ്ങൾ ലഭിക്കുകയും അതോടൊപ്പം തന്നെ സഞ്ചാരമുണ്ടാവുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും മറ്റൊരു ദേശത്തേക്ക് മാറേണ്ടി വരുന്ന ഒരു കാലം അതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുകയും അതിനുള്ള തുടർ നടപടികൾ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരവസ്ഥ കൂടിയാണ് ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ച. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ചിങ്ങരാശിക്കാർ വളരെയധികം ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ഈശ്വരഭജനത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഈ ആഴ്ച വളരെ സന്തോഷകരമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. കന്നിക്കൂറ് ഉത്രം മുക്കാപാദവും അത്തവും ചിത്തിരയുടെ അരപാദവും ചേർന്നതാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ ഫലമായിട്ടാണ് പറയുന്നത്. ആഴ്ചയുടെ ആദ്യത്തിലുണ്ടാകാവുന്ന ഗുണം അവസാനത്ത് ദോഷമായി വരികയും ചെയ്യാം. അതിൽ പ്രത്യേകിച്ചും പറയേണ്ട അത്തം നക്ഷത്രത്തിനാണ്. അത്തം നക്ഷത്രത്തിൻ്റെ ആഴ്ചയിലെ ആദ്യത്തിലുള്ള ലഭിച്ച പല നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ നേട്ടങ്ങളും പിന്നീട് ആ കോട്ടത്തിലേക്ക് അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് വരുന്ന ഒരു കാലമുണ്ട്. പ്രത്യേകിച്ചും ബിസിനസ്സുകാർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ജോലിക്കാർക്കും ജോലി തേടുന്നവർക്കും കുറച്ച് സങ്കടകരമായ കാര്യമാണ്. ചിലപ്പോൾ താൻ ഉദ്ദേശിച്ച ജോലി കിട്ടിയെന്ന് വരത്തില്ലെന്ന് മാത്രമല്ല, ഉള്ള ജോലി ചിലപ്പോൾ പോകാനുള്ളൊരു സാധ്യതയും അവിടെയുണ്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ മുന്നോട്ട് പല തീരുമാനങ്ങൾ എടുക്കാൻ. അങ്ങനെ ജോലി പോയാൽ സങ്കടപ്പെടേണ്ട, നല്ല മനസ്സോടെ വീണ്ടും നോക്കിയോളൂ. അവർക്ക് പുതിയ ജോലി കിട്ടാനുള്ള സാധ്യത അവിടെയുണ്ട്. ചിത്തിര നക്ഷത്രത്തിൽപ്പെട്ട കുട്ടികൾക്ക് പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മധ്യവയസ്കിന് താഴെയുള്ള ആൾക്കാർക്ക്, വിദ്യ തേടുന്ന ആൾക്കാർക്ക് വിദ്യ പ്രോപ്പറായിട്ട് ലഭിക്കാതെ വരികയും തൻ്റെ ഗുരുനാഥനിൽ നിന്നും ശിക്ഷ, അതായത് പഴി കേൾക്കേണ്ടി വരുന്ന ഒരു ആഴ്ചയും കൂടി ഉണ്ടാകും. നല്ല രീതിയിൽ അല്ലാത്ത രീതിയിൽ അവർക്ക് പഠിക്കാൻ സാധിക്കാതെ വരികയും അതിനുവേണ്ട പഴി കേൾക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു ആഴ്ച കൂടിയാണ് കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച. കന്നിരാശിക്കാർ ഈ ആഴ്ച യഥാശക്തി ഈശ്വരഭജനത്തോടെ തൻ്റെ മനസ്സിനെ ശാന്തിയാക്കുകയും അത് ദുഃഖങ്ങളെ തരണം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ മനസ്സിന് ശാന്തി ലഭിക്കാൻ ധ്യാനം ചെയ്യേണ്ടതാണ്. നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് യഥാശക്തി തൻ്റെ ഈശ്വരനിൽ അർപ്പിച്ച് മുന്നോട്ട് പോയാൽ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം നേടാനും താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഭംഗിയായി നടത്താനും സാധിക്കുന്നതാണ്. തുലാക്കൂറ് ചിത്തിര അരപാദവും ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ പാദവും ചേർന്നതാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് ഈ ആഴ്ച ശുഭാശുഭങ്ങളായിട്ടാണ് പറയുന്നത്. ശുഭങ്ങളാണ് കൂടുതലും പറയുക. അവർ തേടിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അവിടെ നടക്കുകയും അതിൽ നിന്ന് നല്ലൊരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ബ്രോക്കർമാർക്ക് അവർക്ക് നല്ല രീതിയിലൊരു ലാഭം കിട്ടുന്ന ബിസിനസ്സുകൾ നടക്കുകയും അതിൽ നിന്നും നേട്ടമുണ്ടാവുകയും തൻ്റെ കുടുംബജീവിതം മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കാലമാണ്. അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആൾക്കാർക്ക് നേട്ടങ്ങളുണ്ട്. അവരുടെ കുടുംബത്തിലേക്ക് പുതിയ അംഗങ്ങൾ വരിക, അതിലൂടെ സന്തോഷമുണ്ടാവുക, കുടുംബ ബന്ധങ്ങൾ ഭംഗിയായി വരിക, അങ്ങനെ ഒരു സന്തോഷകരമായൊരു സാഹചര്യം ഉണ്ടാവുന്നതാണ് തുലാരാശിക്കാർക്ക് ഈ ആഴ്ച. അതിൽ വിശാഖ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാരാണ് കുറച്ച് ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് അസുഖ കാര്യങ്ങളാണ് പറയുന്നത്. രോഗപീഠ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. ചെറിയ രീതിയിലുള്ള അപകടം മൂലം കൈകാലുകൾക്ക് ഉണ്ടാകാവുന്ന ഒടിവ്, ചതവ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിയമപരമായ കാര്യങ്ങൾ നേടുന്ന ആൾക്കാർക്കും ഫേവറായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് അനുകൂലമായൊരു തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് തുലാരാശിക്കാർക്ക് ഈ ആഴ്ച. വളരെയധികം ശ്രദ്ധയോടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്കൊരു പ്രശ്നവും വരില്ല. നേരിടുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ഫേവറായി വരുന്ന അല്ലെങ്കിൽ അവർക്ക് അനുകൂലമാക്കി എടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യവും കൂടെ അവിടെയുണ്ട്. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽപാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചികക്കൂറ്. വൃശ്ചിക രാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രിതമായിട്ടാണ് പറയേണ്ടത്. ആഴ്ചയുടെ ആദ്യത്തിലുണ്ടാകുന്ന പല സങ്കടങ്ങളും അവസാനത്തോടു കൂടി മാറാനൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് അവർ പങ്കെടുക്കുന്ന മത്സര പരീക്ഷകൾ ചിലപ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കില്ല. പക്ഷേ അവർക്കതിനുള്ള പരിഹാരം അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകാനുള്ള വഴി കിട്ടുന്നതാണ്. അതുകൊണ്ട് അവരും വളരെയധികം ശ്രദ്ധിച്ച് സങ്കടപ്പെടാതെ മുന്നോട്ട് വളരെയധികം ഏകാഗ്രതയോടെ പഠിക്കേണ്ടതാണ്. അതിന് വേണ്ടുന്ന തുടർ നടപടികൾ ചെയ്യേണ്ടതാണ്. വൃശ്ചിക രാശിയിലുള്ള വിവാഹം നോക്കുന്ന ദമ്പതി അല്ലെങ്കിൽ വിവാഹം തേടുന്ന
ആൾക്കാർക്ക്, സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പങ്കാളി ലഭിക്കാനുള്ളൊരു സാധ്യത അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർ നടപടികളും വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യുക. ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഈ താനെടുത്ത തീരുമാനം പിന്നീട് അബദ്ധമാവുകയും പിന്നീട് അത് വലിയ മാനസിക സംഘർഷങ്ങളിലേക്ക് പോവുകയും കുടുംബ പ്രശ്നമായി മാറുകയും ചെയ്യാനൊരു സാധ്യതയും അവിടെയുണ്ട്. അതും സൂക്ഷിക്കേണ്ടതാണ് വൃശ്ചിക രാശിക്കാർ. തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർ, വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർ സൂക്ഷിക്കണം. വാഹനത്തിന് അപകടങ്ങളും കേടുപാടുകളും വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതിലൂടെ വലിയ സാമ്പത്തിക ബാധ്യത വരാനൊരു സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കുക വൃശ്ചിക രാശിക്കാർ ഈ ആഴ്ച. വൃശ്ചിക രാശിയിലുള്ള കുട്ടികൾക്ക് നല്ല ഒരു സമയമായിട്ടാണ് പറയുന്നത്. അവർക്ക് നല്ല രീതിയിലുള്ള വിദ്യ അഭ്യസിക്കാനും അതിൻ്റെ തുടർ നടപടികൾ എടുക്കാനും സാധിക്കുന്ന ഒരു കാലം കൂടെ ഉണ്ടാകുന്നതാണ്. നിയമപരമായി ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ധാരാളം അവസരങ്ങൾ വരുന്നതാണ്. അവരും വളരെയധികം ശ്രദ്ധയോടെ പോകേണ്ടതാണ്. ധനുക്കൂർ, മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽപാദം ചേർന്നതാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ ആഴ്ച നല്ല കാലമായിട്ടാണ് നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ച് മൂലം നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് വിദേശ യാത്രകൾ വിദേശത്ത് ജോലി തേടുന്ന ആൾക്കാർക്ക് അത് ജോലി ലഭിക്കാനും അങ്ങോട്ടുള്ള യാത്ര നടത്താനും സാധിക്കുന്നതാണ്. അതില്ലാതെ യാത്രകൾ പോകുന്നവർക്ക് ധാരാളം യാത്രകൾ നടക്കാനും അതിലൂടെ മനസ്സിനും സന്തോഷം കിട്ടുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ അവരുടെ ഇപ്പോൾ ഉള്ള അവസ്ഥകളിൽ നിന്നും പല രാജ്യങ്ങൾ സഞ്ചരിക്കാനും അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യവും കൂടെ ഉരുത്തിരിയുന്ന ഒരു ആഴ്ചയാണ് ധനുരാശിക്ക് ഈ ആഴ്ച. ഉത്രാട നക്ഷത്രക്കാർക്കും മോശപ്പെട്ട ഒരു കാലമല്ല. പക്ഷേ ഉത്രാട നക്ഷത്രത്തിലുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ജോലി സ്ഥലം മാറാനും അല്ലെങ്കിൽ താൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് പഴി കേൾക്കേണ്ടി വരുന്ന ഒരു കാലം കൂടെ സാഹചര്യവും ഉണ്ട്. അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ പോകാൻ. അതുകൊണ്ട് അവരെടുക്കുന്ന ചില തീരുമാനങ്ങൾ വളരെ കെയർഫുള്ളായിരിക്കണം. പൂരാട നക്ഷത്രത്തിലുള്ള ബിസിനസ്സുകാർക്ക് വളരെയധികം വളരെയധികം മെച്ചമുണ്ടാക്കുന്ന ഒരാഴ്ചയാണ്. അതേപോലെ തന്നെ പൂരാട നക്ഷത്രത്തിലുള്ള മുതിർന്ന ആൾക്കാർക്ക് അവർക്ക് രോഗം ഉണ്ടെങ്കിലും ആ രോഗത്തിന് ശാന്തി ലഭിക്കുകയും അവർക്കും സന്തോഷവും തീർത്ഥയാത്രകൾ നടത്തി ശരീരത്തെയും മനസ്സിനെയും സന്തോഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഈ ആഴ്ചയിൽ അവർക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അവരും വളരെയധികം സന്തോഷത്തോടെ സമാധാനത്തോടെയും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. മകരക്കുറ, ഉത്രാടം മുക്കാൽ പാദവും തിരുവോണം അവിട്ടത്തിൻ്റെ അരപ്പാദവും ചേർന്നതാണ് മകരക്കുറ. മകരരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷമായിട്ടാണ് നമ്മൾ പറയുന്നത്. തിരുവോണ നക്ഷത്രക്കാർക്ക് ഗുണം പറയുമെങ്കിലും അവിട്ടം ഉത്രാടത്തിൽ ഉള്ളവർക്ക് കുറച്ച് സങ്കടങ്ങളും കുറച്ച് ക്ലേശങ്ങളും നേരിടേണ്ട അവസ്ഥയാണ് വരുന്നത്. പ്രത്യേകിച്ച് മാനഹാനി, ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നും പഴി കേൾക്കേണ്ടി വരുന്ന ഒരാഴ്ചയായിട്ടാണ് മകരരാശിക്കാർക്ക് ഈ ആഴ്ച പറയേണ്ടത്, പ്രത്യേകിച്ച് തിരുവോണക്കാർക്ക്. അതുകൊണ്ട് അവർ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും വളരെയധികം ശ്രദ്ധയോടെ അല്ലെങ്കിൽ ആലോചിച്ച് ഗുണങ്ങളെ തിരിച്ച് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ അതിൽ നിന്നും ഒരു മോശപ്പെട്ട അവസ്ഥ ഉണ്ടാക്കും. മെയിനായിട്ട് പഴി കേൾക്കേണ്ടി വരിക എന്നതാണ്. താൻ ചെയ്ത കാര്യങ്ങൾ അവർ ആസ്വദിക്കുകയും എന്നിട്ട് അതിനുശേഷം തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് മനക്ലേശം വളരെ നന്നായിട്ടുണ്ടാകും, ശ്രദ്ധിക്കേണ്ടതാണ്. അവിട്ട നക്ഷത്രത്തിലുള്ള വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ജോലി ചെയ്യുന്ന ആൾക്കാർ സൂക്ഷിക്കുക. അവരുടെ വാഹനത്തിന് അപകടമുണ്ടാകുകയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങൾ വരികയും അതില്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങൾ ചെന്നപ്പെടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്രാട നക്ഷത്രത്തിലുള്ള ദാമ്പത്യ ജീവിതത്തിലുള്ളവർ വളരെയധികം സൂക്ഷിക്കുക. കുടുംബജീവിതത്തിൽ ചെറിയ രീതിയിൽ കലഹങ്ങൾ ഉണ്ടാവുകയും ആ കലഹങ്ങൾ തൻ്റെ പേരൻസുമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നം കുടുംബങ്ങളെ തമ്മിൽ പ്രശ്നങ്ങളിലാക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് ഉത്രാട നക്ഷത്രത്തിലുള്ള ആൾക്കാർ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ മകരരാശിക്കാർ വളരെ ശ്രദ്ധയോടുകൂടി ഈശ്വരഭജനത്തോടെയും മനസ്സിന് ശാന്തിയോടെയും വേണം കാര്യങ്ങൾ ഓരോന്ന് തീരുമാനമെടുക്കാനും അതിന് ചെയ്യണം. അപ്പോൾ അതിന് പരിഹാരമായി അവരുടെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥനാദികൾ നടത്തേണ്ടതാണ്. കുംഭക്കൂർ, അവിട്ടത്തിൻ്റെ അരപാദവും ചതയവും പൂരിട്ടാതിയുടെ മുക്കാപാദവും ചേർന്നതാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ ആഴ്ച ശുഭാശുഭങ്ങളായിട്ടാണ് നമ്മൾ പറയുന്നത്, പ്രത്യേകിച്ച് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആൾക്കാർക്ക്.
അതിൽ ഉദ്യോഗാർത്ഥികൾക്കാണ് ഏറ്റവും കൂടുതലും പ്രശ്നം പറയുന്നത്. ഉദ്ദേശിച്ച ജോലി കിട്ടാതെ വരിക, ഉള്ള ജോലി ചിലപ്പോൾ പോവുക, സമാധാനമില്ലാതെ വരിക, ഗ്രഹാന്തരീക്ഷത്തിൽ അസ്വസ്ഥത പറയുക, അങ്ങനെ കുറച്ച് സങ്കടങ്ങളിലും ഒരു മനക്ലേശങ്ങളും ഉണ്ടാകാവുന്ന സാഹചര്യം ഈ ആഴ്ചയിലുണ്ട്. അപ്പോൾ അതിന് വളരെയധികം ശ്രദ്ധിച്ച് നമുക്ക് ആലോചിച്ച് വേണ്ട വിധത്തിൽ ചെയ്താൽ ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതേപോലെ തന്നെ അവിട്ടത്തിൻ്റെ അവസാന പാദത്തിലുള്ള നക്ഷത്ര ജാതകർക്ക് ബന്ധുമിത്രാദികളുടെ ദേഹവിയോഗം അതുമൂലമുണ്ടാകാവുന്ന മാനസിക ദുഃഖമുണ്ടാകാവുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ട വിധത്തിൽ ഈശ്വരനെ പ്രാർത്ഥിച്ച് ജപിച്ച് ആ ദേഹവിയോഗത്തിൻ്റെ ദുഃഖം മാറ്റേണ്ടതാണ്. പൊതുവേ എല്ലാവർക്കും ശുഭാശുഭങ്ങളായിട്ടുള്ള ഒരു ഫലമായിട്ടാണ് കുംഭരാശിയിലുള്ളവർക്ക് പറയേണ്ടത് ഈ ആഴ്ച. പക്ഷേ അതിൽ ചതയ നക്ഷത്രത്തിലുള്ള മധ്യവയസ്കിലുള്ള ആൾക്കാർക്ക്, മിഡിൽ ഏജിലുള്ള ആൾക്കാർക്ക് കുറച്ച് നേട്ടങ്ങൾ പറയുന്നുണ്ട്. അവർ ആഗ്രഹിച്ച രീതിയിലുള്ള സ്ഥാനചലനം, അതായത് ചിലപ്പോൾ വിദേശയാത്രയാവാം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ചില കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കലാവാം. അങ്ങനെ ഒരു സന്തോഷം കിട്ടുന്ന ഒരു സാഹചര്യവും അവിടെ കുംഭരാശിയിലുള്ള മധ്യവയസ്കർക്കായുള്ള കുറച്ച് പേർക്ക് ഉണ്ടാകാവുന്നതാണ്. പക്ഷേ അതിൽ മുതിർന്ന ആൾക്കാർ, അസുഖബാധിതരായ ആൾക്കാർ കുറച്ച് സൂക്ഷിക്കുക. അവരുടെ അസുഖം ചിലപ്പോൾ മൂർച്ഛിക്കാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. അതുപോലെ നിയമപരമായ പ്രശ്നങ്ങൾ ചെയ്യുമ്പോഴും സൂക്ഷിക്കുക. അത് നിയമത്തിൽ ചിലപ്പോൾ നമുക്ക് ആഗ്രഹിച്ച രീതിയിൽ സപ്പോർട്ട് കിട്ടണമെന്നില്ല. മീനക്കൂർ പൂരിട്ടാതിയുടെ അവസാന കാൽപാദവും ഉത്രട്ടാതി രേവതിയും ചേർന്നതാണ് മീനരാശി. മീനരാശിക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൻ്റെ അവസാന ആഴ്ച കുറച്ച് സങ്കടകരമാണ്. പലതരത്തിലുള്ള ക്ലേശങ്ങൾ വരിക, അല്ലെങ്കിൽ തടസ്സങ്ങൾ വരിക, താൻ തീർക്കണമെന്ന് പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും നടക്കാതെ വരിക, അതുമൂലം ഉണ്ടാകാവുന്ന സാമ്പത്തിക നഷ്ടം വരിക, അങ്ങനെ കുറച്ച് ദുഃഖകരമായ ഒരു കാലമായിട്ടാണ് പറയേണ്ടത്. പക്ഷേ എന്നിരുന്നാൽ ഈ മീനരാശിയിലുള്ള ജോലിക്കാർക്ക് വളരെയധികം നല്ല കാലമാണ്. അതായത് അവർക്ക് പ്രൊമോഷൻ കിട്ടാനും, അത് പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരു സ്ഥാനക്കയറ്റം ലഭിക്കുകയും അതിലൂടെ ഒരു ഉന്നതി ലഭിക്കുന്ന ഒരു കാലം കൂടിയാണ്. മീനരാശിയിലുള്ള ആൾക്കാർ വളരെ ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പം സ്ഥാനം കിട്ടി എന്ന് പറഞ്ഞ് താൻ അശ്രദ്ധമായിട്ട് ചെയ്താൽ അത് തനിക്ക് തന്നെ ദോഷമായി വരുന്ന ഒരു സാഹചര്യം അവിടെ താൻ തന്നെ ഉണ്ടാക്കാം. അതുകൊണ്ട് തൻ്റെ മനസ്സിൻ്റെ ശ്രദ്ധയോടെ വേണം മീനരാശിക്കാർ ഈ ആഴ്ചയിലെ പല തീരുമാനങ്ങൾ എടുക്കാനും പല കാര്യങ്ങളും ചെയ്യാനും. അതേപോലെ തന്നെ നിയമം തൊഴിലായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് ഗുണങ്ങൾ കിട്ടുന്ന ഒരാഴ്ച കൂടിയാണ്. അടുത്ത കാലത്തേക്കുള്ള പല വർക്കുകളും ബിസിനസ്സുകളും അല്ലെങ്കിൽ പല കേസുകളും ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. മീനരാശിയിലുള്ള ആൾക്കാർ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ആരോഗ്യമാണ്. പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ വരാനൊരു സാധ്യത അവിടെയുണ്ട്. അത് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഭക്ഷണം മുഖേന ഉണ്ടാകാവുന്ന കുറച്ച് പ്രശ്നങ്ങൾ അവിടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അവർ ശ്രദ്ധിച്ച് അത് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഫെബ്രുവരി മാസം പൊതുവെ ഗുണദോഷമായിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ അവസാന പാദത്തിൽ പല ഈ രാശികളിൽപ്പെട്ട പല ആൾക്കാർക്കും പലതരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളായിട്ടാണ് പറയേണ്ടത്. അപ്പോൾ വളരെയധികം ശ്രദ്ധയോടെയും ഈശ്വരഭജനത്തോടെയും നമ്മൾ പോകുമ്പോൾ നമുക്ക് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മനസ്സിന് ശാന്തി ലഭിക്കുകയും അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ നല്ല സമയം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.